സ്നേഹമുള്ളവരെ, ഞാൻ നിങ്ങളുടെ സ്വന്തം സുലോചന ടീച്ചർ. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഈ ലെമൺ അച്ചാറാണ്. ഈ ലെമൺ എവിടുന്നാണ് മേടിച്ചതെന്ന് വെച്ചെങ്കിൽ, ഒരു വർഷക്കാലത്ത് വില കുറവുള്ള സമയത്ത് ഞാൻ മേടിച്ച് എണ്ണയിൽ വറുത്ത് അത് ഉപ്പിലിട്ടതായിരുന്നു. അതിന് ഇപ്പോൾ എടുത്ത് അരിഞ്ഞ് വെച്ചിട്ടുള്ളൂ. ഇനി അതുകൊണ്ട് ഒരു അച്ചാർ ഉണ്ടാക്കാനാണ്. ഇങ്ങനെയാണ് നമ്മളൊക്കെ ചെയ്യേണ്ടത്. വില കുറവുള്ള സമയത്ത് വാങ്ങിച്ച് വറുത്ത് വെള്ളം ഇട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പച്ച എണ്ണ ഉപ്പിലിട്ടാൽ നമുക്കത് ആവശ്യമുള്ള സമയത്ത് എടുത്ത് അച്ചാറുണ്ടാക്കാം. അതുപോലെ നെല്ലിക്ക ചെയ്യാം, അങ്ങനെ പലതും നമുക്ക് മാങ്ങ ചെയ്യാം, അങ്ങനെയൊക്കെ ചെയ്യും. ഇതിപ്പോൾ നാരങ്ങയാണ്. ഈ നാരങ്ങ എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് ഞാൻ പറഞ്ഞു തരാം കേട്ടോ. ചീഞ്ചട്ടി അടുപ്പിൽ വെച്ചു, നല്ലെണ്ണ ഒഴിക്കണം കേട്ടോ. നല്ലെണ്ണ കുറച്ച് നല്ലപോലെ ഒഴിക്കണം ഈ അച്ചാറിന്. എന്താ വെച്ചാൽ നാരങ്ങക്കറിയാണ്. അത് മാത്രമല്ല, അത് കേട് വരാതെ ഇരിക്കും വേണം. വർഷങ്ങളോളം, 1 വർഷം 2 വർഷമൊക്കെ കേട് വരാതെ ഇരിക്കും. അത് കാരണം കൊണ്ട് എണ്ണ ഒഴിച്ച് ഇനി നമ്മൾ ചെയ്യുന്നത് എന്താ വെച്ചാൽ, ഒരു നുള്ളി കടുക് ഇടാം. 1 ടീസ്പൂൺ കടുക് ഇട്ടു. 1 ടീസ്പൂൺ ഉലുവ ഇടണം. 1/2 ടീസ്പൂൺ ഉലുവ ഇട്ടു. അത് പൊട്ടട്ടെ. പൊട്ടിയതിന് ശേഷം നമുക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇട്ടുണ്ട്, ഉപ്പിട്ടുണ്ട്, ഇളക്കിയിട്ട് ഇനി നമ്മളെന്താ ചെയ്യുന്നത് വെച്ചാൽ, ഈ നുറുക്കി വെച്ചിരിക്കുന്ന നാരങ്ങ കണ്ടില്ലേ, നുറുക്കി വെച്ചിരിക്കണമെങ്കിൽ നാരങ്ങ ഇടണം. ഇനി ഇതിൽ ഒരു കൂട്ടം കൂടി ചേർക്കാണ്ട്, അത് ഞാൻ വിട്ടുപോയി, അത് രണ്ടാമത് ചേർക്കാം. വെളുത്തുള്ളി ഇഞ്ചി അരച്ച് വെച്ചിട്ടുണ്ട്, അത് ചേർക്കണം. അത് വിട്ടുപോയിട്ടാ. ഇനി ഇതിൽ നാരങ്ങ ഉപ്പ് പാകത്തിനുണ്ട്. ഇനി ഇതെന്താ ചെയ്യുന്നത് വെച്ചെങ്കിൽ, ഈ അച്ചാർ ഇതിലൊഴിച്ച് വയ്ക്കുക. നമുക്ക് വെളുത്തുള്ളി ഇഞ്ചി ശരിയാക്കാം. കുറച്ച് നല്ലെണ്ണയും കൂടി ഒഴിച്ചു. അത് ചൂടായപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളി, നമുക്ക് ഒരു 10 വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി കൂടി ഒന്ന് പൾസ് ചെയ്തെടുത്താണ് അത് ഇതിലിടുന്നത്. അത് മൂപ്പിച്ച് നമ്മൾ ഇതിലിടണം. ഈ അച്ചാറിന് അത് നിങ്ങളുടെ കണക്കനുസരിച്ച് എത്ര കൂടുതൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാട്ടോ. ഞാൻ ഇപ്പോൾ ഈ മിക്സിയിലുള്ളത് അത്ര ഇട്ടുള്ളൂ. ഈ ഇഞ്ചി വെളുത്തുള്ളി നല്ലപോലെ മൂത്തു. അപ്പോൾ നമ്മൾ അടുപ്പ് കടത്തി അത് വാങ്ങി വയ്ക്കും. എന്നിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ഈ നാരങ്ങക്കറി തയ്യാറാക്കി വെച്ച് ഇതിടാം. നല്ല മണം വരുന്നുണ്ട്. കായം, വെളുത്തുള്ളി, ഇഞ്ചി എല്ലാം മിക്സ് ചെയ്ത് വെച്ച് ഈ അച്ചാർ നല്ലപോലെ ചൂടാറിക്കഴിഞ്ഞാൽ ബോട്ടിലാക്കി വയ്ക്കാം. ലേശം വിനീഗർ ഒഴിച്ച് വയ്ക്കും. വെളുത്തുള്ളി 2 അടപ്പ് വിനീഗർ ഒഴിക്കണം. അത് കേട് വരാതിരിക്കാൻ വേണ്ടി. കേട് വരില്ല, എന്നാലും ഒരു ഇതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒഴിച്ചാൽ എന്ത് രസമാണ്. നല്ല ചുമന്നുള്ള അച്ചാർ കലായി. നല്ല മണ്ണണ വരുന്ന കായത്തിൻ്റെയും വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും നല്ല ടേസ്റ്റുണ്ട്. ഇത് എത്ര കാലം വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് കുപ്പിയിലാക്കി ഫ്രിഡ്ജിൽ വെച്ചാൽ യൂസ് ചെയ്യാൻ പറ്റും. വളരെ നല്ലതാണ്. ഇങ്ങനെ ഈസി ആയിട്ടുള്ള വിധത്തിൽ അച്ചാറുണ്ടാക്കാൻ എല്ലാവരും നോക്കണം. വളരെ എളുപ്പമാണ് ഈ അച്ചാറുണ്ടാക്കാൻ. അങ്ങനെ നോക്കി എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കൂ. എന്നിട്ട് നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ എഴുതും. ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യോ, ഷെയർ ചെയ്യോ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. എന്ന് സ്വന്തം സുലോചന ടീച്ചർ.